ഡിസ്കസ് ചെയ്യുന്നത് 12th മാത്സിൻ്റെ തേർഡ് ചാപ്റ്ററായ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഓപ്പറേഷൻ ഓൺ അഡീഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പം അതിൽ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. അപ്പോൾ അഡീഷനും അതേപോലെ തന്നെ ഡിഫറൻസും എങ്ങനെ ചെയ്യുക, രണ്ട് മെട്രിക്സ് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക, എങ്ങനെ രണ്ട് മെട്രിക്സുകൾ ഡിഫറൻസ് അതിൻ്റെ സബ്ട്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെട്രിക്സിനെ നമ്മളൊരു സ്കേലാർ കൊണ്ട്, അതായത് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2 × A അല്ലെങ്കിൽ 3 × B അങ്ങനെയൊക്കെ ആ ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യണത്. അപ്പം scalar multiplication, the multiplication of a matrix by a scalar. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലൊരു മെട്രിക്സ് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 80, 60, 75, 65, 90, 85. അപ്പോൾ ഇതിനെ ഡബിൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം നമ്മൾ 2A ആണെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഓരോ എലമെൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് 80, 60, 75, 65, 90, 85 എന്നാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഡബിൾ ചെയ്യുക അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, ഇതാണ് നമ്മുടെ സ്കേലാർ എന്ന് പറയുന്നത് 2. അപ്പോൾ ഇതിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 80 അപ്പോൾ 160, 2 × 60 120, 2 × 75 150, 2 × 65 130, 2 × 90 180, 2 × 85 170. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണത്. ഇത് വളരെ ഈസി അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് തന്നിരിക്കുന്ന സ്കേലാർ കൊണ്ട് ഓരോ എലമെൻറ്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഇതുണ്ട്, നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്? എന്താണ് ഒരു മെട്രിക്സിന് നെഗറ്റീവ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു മെട്രിക്സ് A ആണെങ്കിൽ അതിന് നെഗറ്റീവിന് നമ്മൾ -A എന്ന് പറയും. അതായത് നമ്മൾ അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, ഇപ്പൊ A എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3, 1, -5x. അപ്പൊ അതിന്റെ -A എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാത്തിന്റെയും സൈൻ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ 3 എല്ലാ എലമെന്റിന്റെയും മാറ്റണേ, അതായത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. 3 എന്ന് പറയുന്നത് എന്തായി മാറും, -3. കണ്ടോ, -3. 1 എന്തായി -1, -5 എന്താവും +5, x എന്ന് പറയുന്നത് -x. കണ്ടോ, ഇതേപോലെ എല്ലാ എലമെന്റ്സിന്റെയും നമ്മൾ എന്ത് ചെയ്യണം, സൈൻ അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതാണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്, അതായത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -1 എന്ന് പറയുന്ന ഒരു സ്കേലാർ കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് 2 പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് K × A + B. അപ്പൊ എയും ബിയും 2 മെട്രിക്സ് ആണ്, സെയിം ഓർഡർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് K എന്ന് പറയുന്നതും ഒരു സ്കേലാർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ K × A + B = എന്താണ്, K × A + B = KA + KB. അപ്പൊ ആദ്യം നമ്മൾ 2 മെട്രിക്സുകൾ ആഡ് ചെയ്തിട്ട് അതിനുശേഷം സ്കേലാർ കൊണ്ട് ആ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണതും, ആദ്യം തന്നെ നമ്മൾ ആ സ്കേലാർ കൊണ്ട് ഓരോ മെട്രിക്സിനെയും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ട് ആ 2 മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്യണതും രണ്ടും ഈക്വൽ ആണ്. ഇനി നമുക്ക് 2 സ്കേലാർ ഉണ്ടെന്ന് വിചാരിക്കുക, കെയും എല്ലും. K + L × മെട്രിക്സ് A എന്ന് പറയണത് KA + LA. അപ്പൊ ആദ്യം 2 സ്കേലാർ ആഡ് ചെയ്തിട്ട് നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണതും, മെട്രിക്സിന് നമ്മൾ സെപ്പറേറ്റ് ഓരോ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണതും രണ്ടും ഈക്വൽ തന്നെയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു 2 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ 2 പ്രോപ്പർട്ടീസ് ആണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് നമുക്ക് 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. കണ്ടോ, എയും ബി എന്നും പറഞ്ഞ 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെട്രിക്സ് എക്സ്
എക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് 2a plus 3x is equal to 5b. അപ്പൊ എന്താ തന്നിരിക്കുന്നത്? 2a plus 3x is equal to 5b ആണ്. അപ്പോൾ ആ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഇപ്പോൾ 2 into a കണ്ടോ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് 3 into x എന്ന് പറഞ്ഞ മെട്രിക്സ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 into b എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇതിനൊന്ന് സോൾവ് ചെയ്യാം. നമ്മൾ സാധാരണ ലീനിയർ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. അതായത് ഇതിൽ നിന്ന് എക്സ് എന്താണെന്ന് സോൾവ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 3x is equal to 5b. ഈ 2a എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -2a ആവും. 5b minus 2a. അപ്പോൾ എക്സ് is equal to 5b minus 2a divided by 3. അപ്പോൾ ഞാൻ 3 ഇവിടെ സെപ്പറേറ്റ് കൊടുക്കുകയാണ്, കാരണം ഇത് മെട്രിക്സ് ആയതുകൊണ്ട്. 5b minus 2a. അപ്പോൾ 1/3 1/3 ഇൻറ്റു 5b minus 2a. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5b ചെയ്യുക, അതായത് ബിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ എനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം, ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 5b അല്ലേ. അപ്പോൾ 5 ഇൻറ്റു നമ്മുടെ മെട്രിക്സ് എഴുതുക. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു? 2 minus 2 4 2 minus 5 1. അതവിടെ എഴുതി. മൈനസ് 2 ഇൻറ്റു നമ്മുടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുക. 8 0 4 minus 2 3 6. ഇനി നമ്മളിത് ആദ്യം ഇതിനെ നമ്മൾ 5 കൊണ്ടും 2 കൊണ്ടൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ 5 2s are സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞത്? ജസ്റ്റ് ആ നമ്പർ കൊണ്ട് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 2s are 10. 5 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -10. 5 4s are 20. 5 2s are 10. 5 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ -25. പിന്നെ 5 ഇൻറ്റു 1 5. കണ്ടോ, എല്ലാ എലമെന്റ്സിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് വേണമെങ്കിൽ നമുക്ക് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ നമുക്ക് പ്ലസ് എഴുതാം, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് സബ്ട്രാക്ഷൻ പോലെ ചെയ്യാം. 8 2s are 16. അപ്പോൾ ഇവിടെ നമുക്ക് അവരെ പ്ലസ് എഴുതിയിട്ട് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ, അങ്ങനെയും ചെയ്യാം. ഇവിടെ 0 വരും. 2 4s are 8. 2 ഇൻറ്റു -2 -4. 2 3s are 6. 2 6 are 12. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. ഈക്വൽ ടു 1/3 അവിടെ എഴുതാം. കണ്ടോ, കറസ്പോണ്ടിങ് എലമെന്റുകൾ എടുത്ത് സബ്ട്രാക്ട് ചെയ്യാം. കണ്ടോ, 10 - 16. നമ്മൾ മറ്റേതുപോലെ ചെയ്യുകയാണെങ്കിൽ മൈനസ് ഇവിടെ വരും. അപ്പോൾ 10 + -16. അപ്പോഴും നമുക്ക് ആൻസർ വരുന്നത് ഒരുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ -6. അതുപോലെ -10 -0. അപ്പോൾ -10. 20 - 8. അപ്പം 12. 10 - -4. അപ്പോൾ 10 - -4. അപ്പോൾ അതെന്തായി? 10 + 4 ആയി. ഇൻറ്റിജറിന്റെ ഇത് നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ, അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ. -25 - 6. So -31. 5 - 12. അപ്പോൾ -7. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1/3 കൊണ്ട് ഓരോ എലമെന്റിനെയും ഡിവൈഡ് ചെയ്യണം. 1/3 ആണ് നമ്മുടെ സ്കേലാർ. അപ്പം 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -6 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ -2. പിന്നെ -10 ഡിവൈഡഡ് ബൈ 3, അത് 3യിൽ പോവില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 4. 14 ഡിവൈഡഡ് ബൈ 3. അതുപോലെ -31 ഡിവൈഡഡ് ബൈ 3 -7 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതിൽ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെ വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. നമുക്കൊരു ഒരു മെട്രിക്സ് പോലെ ഒരു ഇക്വേഷൻ ആണ് അവിടെ ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതിയതിന് ശേഷം നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 ഇൻറ്റു ഒരു മെട്രിക്സ് പ്ലസ് വേറൊരു മെട്രിക്സ് ഇസ് ഈക്വൽ ടു അതിന്റെ ആൻസർ ആയിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോമിൽ നമുക്കിവിടെ കിട്ടും. 2 ഇൻറ്റു എക്സ് കണ്ടോ, അപ്പോൾ 2x. അതിപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് എഴുതുകയാണ്
2x. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് എലമെന്റുകൾ മാത്രമാണ് എടുക്കുന്നത്. ഇപ്പൊ 2 into x 2x പ്ലസ് പ്ലസ് എഴുതി പ്ലസ് 3 പിന്നെന്താണ് ഈക്വൽ ടു 7. കണ്ടോ 2x പ്ലസ് 3 ഈക്വൽ ടു 7 എന്ന് എനിക്ക് ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഞാൻ ഫസ്റ്റ് എലമെന്റുകൾ മാത്രം എടുത്തപ്പോൾ കണ്ടോ എക്സ് 3 അതുപോലെ 7. പിന്നെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ ഈക്വൽ ടു ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എക്സ് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ. 2x is equal to 7 പ്ലസ് 3 അങ്ങോട്ട് പോകുമ്പോൾ -3 ആവും. അപ്പൊ 2x is equal to 4. x is equal to 4 divided by 2. അതായത് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി നമുക്ക്? x is equal to 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വൈയുടെ വാല്യൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? y എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ലാസ്റ്റ് എലമെന്റ് ആയിട്ടാ, നമ്മുടെ 22 A22 എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രം നമ്മൾ എടുത്താൽ മതി. ബാക്കിയുള്ളത് അവരെ ഓൾറെഡി നമ്പേഴ്സ് തന്നിരിക്കണേ. അപ്പൊ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. അപ്പൊ 2 into y minus 3. അപ്പൊ 2 into y minus 3. പിന്നെ എന്തുണ്ട്? പ്ലസ് പിന്നെ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ആരാ വരുന്നത്? 2 പ്ലസ് 2 പിന്നെന്താണ്? ഈക്വൽ ടു കറസ്പോണ്ടിങ് ഇവിടെ 14 ആണ്. ഈക്വൽ ടു 14. കണ്ടോ, നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ 2 into y 2y minus 2 3s are 6 plus 2 is equal to 14. ഇനി 2y minus 6 plus 2 എന്ത് വരും? -4 വരും. That is equal to 14. അപ്പൊ 2y is equal to 14 -4 അങ്ങോട്ട് പോകുമ്പം +4. അപ്പൊ 2y is equal to 14 plus 4 എത്രയാണ്? 18. അപ്പൊ y is equal to 18 divided by 2. ഈ 2 ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ 2 വരും. അപ്പൊ y is equal to എന്ത് കിട്ടി? 9. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്നും വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 9 എന്നും കിട്ടി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടോ മെട്രിക്സിന്റെ ഫോമിൽ തന്നപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ അത് സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ പ്ലേലിസ്റ്റിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ഓരോ എക്സസൈസും അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സസൈസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോസ് കാണേണ്ടതാണ്. ഇതിൽ ഞാൻ എക്സസൈസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നില്ല. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി എന്ത് കാണാം? അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ, 2 മെട്രിക്സുകൾ തമ്മിൽ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്